വലിയൊരു നടിയാകാൻ വേണ്ടി മലയാള സിനിമയിൽ എത്തിയ നടി, മിടുക്കിയായ അഭിനേത്രി. പക്ഷേ ലഭിച്ചതെല്ലാം മാദക വേഷങ്ങൾ മാത്രം. നടി സുരേഖയുടെ കഥയാണ് പറയുന്നത്. ആന്ധ്രാപ്രദേശിലാണ് സുരേഖ ജനിച്ചത്. ഭീംസിംഗ് സംവിധാനം ചെയ്ത കരുണ മൈഡു എന്ന ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ട് ഹരിശ്രീ കുറിച്ചു സുരേഖ. മലയാളത്തിൽ ഭരതൻ്റെ തകരയിലെ സുഭാഷിണിയായി മാറിയതോടെ സുരേഖ മാദകത്തിളമ്പായി മാറി. സെക്സും പ്രണയവും വയലൻസും നിറഞ്ഞ ചിത്രമായിരുന്നു തകര. തകര സൂപ്പർ ഹിറ്റായി മാറി. പ്രതാപ് പോത്തനായിരുന്നു സുരേഖയുടെ നായകൻ. തകരയിൽ സുരേഖ കടലിൽ കുളിക്കുന്ന രംഗമുണ്ട്. ആ രംഗത്ത് അടിവസ്ത്രം ധരിക്കരുതെന്ന് ഭരതൻ നിർദ്ദേശിച്ചു. സുരേഖ അടിവസ്ത്രം ധരിക്കാതെ കടൽക്കുളി നടത്തി. സുരേഖയുടെ നഗ്നത പ്രേക്ഷകർ ആസ്വദിച്ചു. കുടയോളം ഭൂമിയിൽ എന്ന ഗാനരംഗത്ത്. എന്തായാലും തകരയ്ക്ക് ശേഷം സുരേഖയെ എത്തിയതൊക്കെ മാദക വേഷങ്ങൾ. ഈ നാട് എന്ന ചിത്രത്തിൽ ചെറു റോളിൽ സുരേഖ അഭിനയിച്ചു. ആരോഹണം, ഗ്രീഷ്മജ്വാല, ജോൺ ജോഫർ ജനാർദ്ദൻ, നവംബറിൻ്റെ നഷ്ടം, ആറ്റുവഞ്ചി ഉലഞ്ഞപ്പോൾ, ഇന്നല്ലെങ്കിൽ നാളെ തുടങ്ങിയ ഒരുപിടി ചിത്രങ്ങൾ. അതിൽ കട്ടുറുമ്പനും കാതുകുത്ത് എന്ന ചിത്രമാണ് തകരയ്ക്ക് ശേഷം മാദക നടി എന്ന ലേബലിൽ നിന്ന് വഴുതി മാറാൻ സുരേഖയെ സഹായിച്ചത്. അതിൽ ഹാസ്യ നടിയായിട്ടായിരുന്നു സുരേഖ അഭിനയിച്ചത്. എന്തായാലും ആ ചിത്രം അധികം ശ്രദ്ധിക്കപ്പെടാത്തത് സുരേഖയ്ക്ക് തിരിച്ചടിയായി മാറി. നല്ല വേഷങ്ങൾക്കായി ആറ്റുനോറ്റിരുന്ന സുരേഖ പിന്നീട് സുരേഖ തനിക്ക് ലഭിക്കുന്നതെല്ലാം ഉപനായിക വേഷങ്ങളാണെന്ന് മനസ്സിലാക്കിയപ്പോൾ, മലയാള സിനിമയിൽ നിന്ന് തനിക്കൊന്നും ചെയ്യാനാവില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അഭിനയം മതിയാക്കി. പിന്നീട് അവർ പഠിച്ചു. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടി. ഹിന്ദി സാഹിത്യരത്ന പാസ്സായി. പരസ്യകലയിൽ PG ഡിപ്ലോമ എടുത്തു. ചെന്നൈ മീഡിയ പ്ലസ് എന്നൊരു പരസ്യ സ്ഥാപനം തുടങ്ങി. അത് വലിയ വിജയമായി മാറി. ശ്രീനിവാസാണ് സുരേഖയുടെ ഭർത്താവ്. ആ ദാമ്പത്യ ജീവിതം ഡിവോഴ്സിൽ അവസാനിച്ചു. കാതറിൻ വരുണാണ് മകൾ. ഭർത്താവുമായുള്ള ദാമ്പത്യ ജീവിതം ഡിവോഴ്സിൽ അവസാനിച്ചെങ്കിലും സുരേഖ തളർന്നില്ല. സുരേഖ ചെന്നൈ മീഡിയ പ്ലസ് എന്ന സ്ഥാപനവുമായി മുന്നോട്ട് പോകുന്നു. വർഷങ്ങൾക്ക് ശേഷം മാസ്റ്റേഴ്സ് എന്ന ചിത്രത്തിലൂടെ സുരേഖ തിരിച്ചെത്താൻ ശ്രമിച്ചു. പക്ഷേ അപ്പോഴേക്കും മലയാള സിനിമ മാറിക്കഴിഞ്ഞു. മലയാള സിനിമ ഒരുപാട് മാറി. സുരേഖ മലയാള സിനിമയ്ക്ക് അന്യയായി മാറി. എന്തായാലും സുരേഖ ഇപ്പോൾ ചെന്നൈയിൽ ഉണ്ട്. അഭിനയ ജീവിതം അവർ മറക്കാൻ ശ്രമിക്കുന്ന ഒരധ്യായമാണെന്ന് ഒരഭിമുഖത്തിൽ പറഞ്ഞു. അഭിനയ ജീവിതം അവർ മറക്കാൻ ശ്രമിക്കുന്ന അധ്യായമാണ്. അവർക്ക് നല്ലൊരു തുടക്കമാണ് ഭരതൻ നൽകിയത്. പക്ഷേ ആ ചിത്രത്തിൽ അമിതമായി ശരീരപ്രദർശനം നടത്തിയത് കാരണം അവരെ സെക്സ് നടി എന്ന ലേബലിൽ ഒതുക്കപ്പെട്ടു, അടച്ചിടപ്പെട്ടു. അതാണ് സംഭവിച്ചത്. എന്തായാലും സുരേഖ ഒരു നിർഭാഗ്യവതിയായ നടി തന്നെയാണ്. തകരയിൽ സുരേഖയ്ക്ക് ശബ്ദം കൊടുത്തത് KPSC ലളിതയാണ്. പിന്നീട് കോട്ടയം ശാന്തയും ആനന്ദവല്ലിയും ഒക്കെ സുരേഖയ്ക്ക് ശബ്ദം നൽകി. മലയാളം പഠിക്കാൻ സുരേഖ ശ്രമിച്ചെങ്കിലും അത് സാധിച്ചില്ല. മലയാളത്തിൽ സ്വന്തമായി ഡബ് ചെയ്യണം എന്നൊരു ആഗ്രഹം ബാക്കി വച്ചിട്ടാണ് സുരേഖ സിനിമയോട് വിട പറഞ്ഞത്. ഇപ്പോൾ സുരേഖ ചെന്നൈയിലുണ്ട്. വലിയ ബിസിനസ്സുകാരിയായി.